അടിപൊളി ടീമാണ് കേട്ടോ. ഈ അമ്മക്കോഴി മുട്ടടാനായ സമയത്ത് ഒരുപാട് ആളുകൾ വീഡിയോ കണ്ടിട്ട് ചോദിച്ചൊരു കോഴിയാണ്. അപ്പോൾ ഇത് ബാക്കിയുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്, ബാലരാമപുരത്തെത്തിയ ടീമാണ്. ഇതിൽ അടിപൊളിയാണ്. ഒക്കെ അടയിരുന്ന് വിരിഞ്ഞത് തന്നെയാണ്. കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ല, അടിപൊളിയായിട്ട് ഇരിക്കുന്നത്. ഈ ഒറ്റ കോഴിക്ക് വിരിഞ്ഞത് തന്നെയാണ്. ചിലർ ഡൗട്ടുണ്ട് 2 കോഴിക്ക് വിരിയണതാണോ എന്നുള്ളതൊക്കെ. അതുപോലെ മെഷീനിൽ വെക്കണതാണോ എന്നൊക്കെ. മെഷീനിലൊന്നും വെക്കണമല്ല, ഇൻക്യുബേറ്ററൊന്നും ഇവിടെ ഇല്ല. നമ്മൾ ഫുള്ള് അടയിരിക്കൽ മാത്രമാണ്. അടയിരുത്തി അടിപൊളിയായിട്ട് ഇതേമാതിരി വിരിയിച്ച് കുഞ്ഞുങ്ങളെ അടക്കാണ്ട് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ആവശ്യക്കാർക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് അവരെ വീട്ടിൽ വളർത്തിയ കറക്റ്റാക്കി നോക്കിയെടുത്താൽ എല്ലാം അടിപൊളിയായിട്ട് വളരും. ഈ കുഞ്ഞുങ്ങളും അടയിരിക്കും. ഒക്കെ കണ്ടില്ല, ഈ ബോക്സിലാണ് അടയിരുന്ന് വിരിയണത്. കണ്ടില്ല, ഒക്കെ അടിപൊളിയാണ്. നമ്മൾ വിരിഞ്ഞാൽ നാളെ അല്ല മറ്റന്നാൾ 2 ദിവസത്തിൻ്റെ ഇടക്കാണ് കൊടുക്കണേ. അത് കേരളത്തിലെ ഹൈവേയിലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ ചാർജിൽ. അതായത് ഡെലിവറി വണ്ടി പോകുന്ന ഭാഗത്ത് മാത്രം കേട്ടോ. തിരുവനന്തപുരം ടു കാസർഗോഡ് ഉണ്ട്, MC റോഡിലൂടെ പോകുന്നുണ്ട്, അതേമാതിരി പാലക്കാട് റൂട്ടുണ്ട്. ഈ പോണ വഴിയിലൊക്കെ ഹൈവേയിൽ ഇറക്കി കൊടുക്കും. അത് ഓരോ ഭാഗത്തും ഓരോ ടൈമിലാവും എത്തുക. പിന്നെ ഡെലിവറി ചെയ്യണേ നമ്മളല്ല, അത് വേറെ ടീം തന്നെയാണ്. അപ്പോൾ പിന്നെ കുറച്ചല്ലേ വരാനുള്ളൂ, നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നൂടെ എന്നൊക്കെ ചില ടീം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും പറ്റില്ല. കാരണം ഈ വണ്ടി എങ്ങനെയാണ് ഓരോ സിസ്റ്റം അതാണ്. നമ്മളിപ്പോൾ ഒരു 10 ബോക്സ് ഉണ്ടെങ്കിൽ വരും വരെ നമ്മളെ സൈറ്റിലെത്തില്ല അവർ. അതുപോലെ നമ്മളവിടെ എത്തിച്ച് ഹൈവേയിൽ എത്തിച്ചു കൊടുത്താൽ അവർ കൊണ്ടുപോകും. അതേമാതിരി നിങ്ങൾക്ക് ഹൈവേയിൽ ഇറക്കി തരും. അതാണ് അവരുടെ സിസ്റ്റം. ഇത് കാലിക്കറ്റാണ്, രാമനാട്ടുകരാണ് സ്ഥലം. ഉണ്ടല്ലേ, ഒക്കെ അടിപൊളിയായിട്ടുള്ള മാത്രമേ നമ്മൾ കൊടുക്കണുള്ളൂ. കൂടുതൽ അടിപൊളിയായിട്ടുള്ള സെറ്റുകളാണ്. ഓരോ ആളുകൾ ഇവിടെ വന്ന് കൊണ്ടാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കുറേ ആളുകൾ ഇവിടെ വന്നാണ് കൊണ്ടുപോയത്. അപ്പോൾ അതുപോലെയുള്ളതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ കൂടിക്കോളിട്ടോ. ഓക്കെ.